നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കും മനുഷ്യ, അല്ലാതെ മറ്റുള്ളവർ അപ്പുറത്തെ വീട്ടിൽ അടുപ്പിൽ എന്താണ്, ആ ടോയ്ലറ്റിൽ എങ്ങനെയാണ്, ആ കുളിമുറിൽ എങ്ങനെയാണെന്ന് നോക്കാതെ നിലപാടുകളോടെ ജീവിക്കാൻ നോക്കും. സ്വയം ഒരു നിലപാടില്ലാത്ത മനുഷ്യനാവില്ലേ, ഗുഡ് സോളായിട്ട് ജീവിക്കും, ഗുഡ് ഹ്യൂമൻ ആവും. അപ്പോൾ മരിക്കുമ്പോൾ 10 പേര് മരണം കാണാമെങ്കിലും വരും. ഈ അഖിൽമാരും ഷിയാസ്കാരും തമ്മിൽ എന്നും ഓക്കം വഴക്കാണ്. രണ്ടുപേരും അഖിൽമാരുടെ ബിഗ് ബോസ് വിന്നറാണ്. അതിന് തൊട്ടു മുമ്പിലുള്ള എപ്പിസോഡിലോ സീസണിലുള്ള നമ്മുടെ ഷിയാസ്കാരും. അപ്പോൾ ഇവർ തമ്മിൽ എന്നും വഴക്കാണ്. അഖിൽമാരുടെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമിയുടെ സൂര്യനത്തിലോട്ടുള്ള എന്ത് കാര്യത്തെ പറ്റിയിട്ടും അഖിൽമാരാണ് അഭിപ്രായം പറയണം, പുള്ളിക്കാരന് അഭിപ്രായം പറയണം. മീഡിയാസിന് മുമ്പിൽ ഇരുന്നിട്ട് അദ്ദേഹം അതിലൂടെ റീച്ച് ഉണ്ടാക്കുന്നുണ്ട്, ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഷിയാസ്കാരും ബിഗ് ബോസിൽ ഒരു അതിഥിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ശോഭയും ഷിയാസും കൂടിയിട്ട്. അപ്പോൾ അവിടെ പോയി ഗെയിമിലൊക്കെ എന്തൊക്കെ പ്ലാനും ചേഞ്ചൊക്കെ വരുത്തി നമ്മുടെ അനുമോളിൽ പാവക്കുട്ടിനൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇതൊന്നും നമ്മുടെ അഖിൽമാരാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ അഖിൽമാരാൻ ഒരു കാര്യമില്ലാതെ ഷിയാസിനെ ചൊറിയാൻ പോയി. അപ്പോൾ ഷിയാസ് മീഡിന് മുകളിൽ നിന്നിട്ട് ആരോ അഖിൽമാരാൻ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ വെച്ചപ്പോൾ ആരാണ് അഖിൽമാരാൻ ചോദിച്ചു. ലാസ്റ്റ് എന്നിട്ട് അഖിൽമാരോട് പറയണേ ഷിയാസിനെ എന്നെ അറിയില്ല, അത് അവൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഷിയാസിന് അഖിൽമാരാറിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അഖിൽമാരാർ പറഞ്ഞത് അവൻ എന്നെ അറിയില്ല, ഷിയാസിന് എന്നെ അറിയാൻ കഴിയില്ല. കാരണം അലിൻ ജോസ് പെരേരയുടെ ഒറ്റ ചങ്ങാതിയായ ഷിയാസിന് എന്നെ അറിയാൻ കഴിയില്ല. അലിൻ ജോസ് പെരേരയുടെ ഒറ്റ ചങ്ങാതിയാവുന്നത് അത്രയ്ക്ക് വലിയ തെറ്റൊന്നുമല്ല എന്നാണ് എനിക്ക്. കാരണം അഖിൽമാരാർ മറ്റൊരു രീതിയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കണം, അലിൻ ജോസ് പെരേര അപ്പുറത്ത് വേറെ രീതിയിൽ ഉണ്ടാക്കണം. അല്ലാതെ ഷിയാസ് കരീമിന്റെ ഒട്ട് സുഹൃത്തുമല്ല അലിൻ ജോസ് പെരേര. ഷിയാസിന്റെ കല്യാണത്തിന് എന്തോ അലിൻ ജോസ് പെരേര പോയത് ആളാവാൻ വേണ്ടി പോയതാണ്. അത് ഷിയാസിന് പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോ ഷിയാസിനെ എങ്ങനെയൊക്കെ തളർത്തം നോക്കി ഒരു വിധത്തില് ചളിവാരി എറിയാൻ പറ്റും ആ രീതിയിലാണ് അഖിൽമാരെ നോക്കുന്നത്. ഇത് അഖിൽമാരെ ചോദിച്ചുള്ള കാര്യം തന്നെയാണ്. ഒരു കാര്യമില്ല, അഖിൽമാരെ ബിഗ് ബോസ് പോയിട്ടുണ്ട്. അഖിൽമാരെ ബിഗ് ബോസ് പോയിട്ട് അനാവശ്യം എന്ന് പറയുന്നില്ല, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അഖിൽമാരുടെ ആ രീതിക്ക് ഗെയിം കളിക്കുന്നു, ഷിയാസിന് ഗെയിം കളിക്കുന്നു. അപ്പൊ ഷിയാസിനെ ഉപദേശിക്കാനും അല്ലെങ്കിൽ അവരെ വിമർശിക്കാനും അഖിൽമാരെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇനി അവർക്ക് നിൽക്കാം, കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ, റീച്ച് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഏണിങ്സ് കിട്ടണമെങ്കിൽ ഇതൊക്കെ വഴിയുള്ളൂ. എനിക്കായാലും ഓരോ യൂട്യൂബേഴ്സിനും ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് റീച്ച് കൂടുക ഈ മീഡിയാസ് വന്നിട്ട്. അപ്പൊ അത് തന്നെയാണ് ഈ അഖിൽമാരായാലും ഷിയാസായാലും. ഇപ്പോൾ അഖിൽമാരായ ഷിയാസിനെ താഴ്ത്തിക്കിട്ടുമ്പോൾ അലിജോസിന്റെ പേര് പറഞ്ഞു. അലിജോസ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. വിമർശനങ്ങളോടെ അല്ലെങ്കിൽ സ്വയം കളിയാക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കി, മറ്റുള്ള വീഡിയോസിന് കണ്ടന്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിന് റിയാക്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കുക, ക്യാഷ് ഉണ്ടാക്കുക. അപ്പൊ അഖിൽമാരായ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സിനിമ. മുള്ളംകൊല്ലി എന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, മുള്ളംകൊല്ലി വേല എന്നറിയപ്പെടുന്നത് നമ്മുടെ നരൻ എന്ന സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ച റോളാണ്. പക്ഷെ ആ സിനിമയ്ക്ക് ലാലേട്ടനൊക്കെ ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ആ സിനിമ മുള്ളംകൊല്ലൻ സിനിമ ദയനീയമായിട്ട് 8 16 അതിനപ്പുറമുള്ള സംഖ്യ ആ നിലയിൽ പൊട്ടി പടം. ഒരു ദിവസം പോലും തിയേറ്ററിൽ കളിച്ചില്ല തോന്നുന്ന പടം. അപ്പൊ അതില് സകലമാന അഖിൽമാരാറിന്റെ വിരോധികളെല്ലാം സകലമാന രീതിയിലും എടുത്തിട്ട് അലക്കിയിരുന്നു അഖിൽമാരാറിനെ. അപ്പൊ അതിനെതിരെ അഖിൽമാരാർ പറഞ്ഞത് ആ സിനിമയുടെ സംവിധായകനെതിരെയാണ് അഖിൽമാരാർ സംസാരിച്ചത്. അതായത് ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സിനിമ ഞാൻ കാത്തിരുന്ന സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്ത ശേഷം സിനിമ പടം പൊട്ടുന്ന പറഞ്ഞപ്പോൾ അഖിൽമാരാർ നേരെ ഫ്ലൈറ്റ് മാറ്റി. പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് മെയിൻ റോളാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷെ എന്റെ പടം വെച്ചിട്ടാണ്, എന്റെ ഫോട്ടോ വെച്ചിട്ടാണ് പടം പബ്ലിസിറ്റി ചെയ്ത് മാർക്കറ്റ് ചെയ്ത്. പക്ഷെ നോക്കുമ്പോൾ എനിക്ക് ചെറിയ റോളായിരുന്നു. അത് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അഖിൽമാരാർ സംവിധായകനെതിരെയായിരുന്നു സംസാരിച്ചത്. അപ്പൊ ഇതാണ് ഷിയാസ് പറഞ്ഞത്, അഖിൽമാരാർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഫ്ലൈറ്റ് മാറ്റും. അത് ഷിയാസ് ഈ കാര്യം നോക്കുമ്പോൾ ഷിയാസ് പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഈ പുള്ളിക്കാരൻ സ്വഭാവം വെച്ചിട്ട് ഈ സൂര്യൻ ചോട്ടിൽ എന്ത് കാര്യത്തെ പറ്റിയും പുള്ളിക്കാരൻ അഭിപ്രായം പറയണം. മുൻപ് പറഞ്ഞ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും അഭിപ്രായം പറയും. ആ ഒരു പ്രകൃതിക്കാരാണ് അഖിൽമാരാർ എന്ന വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടും അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളെല്ലാം അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സത്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത രീതിയിലാണ് കൂടുതലും അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഷിയാസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഷിയാസിനെതിരെ അഖിൽമാരാറിന് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. അവര് ബിഗ് ബോസിൽ പോവാതിരിക്കുക, അല്ലെങ്കിൽ പ്ലാച്ചിനെ വലിച്ചെറിയുക, എന്തോ ചെയ്തോട്ടെ. അത് അഖിൽമാരാർ പോയതിനു ശേഷം അഖിൽമാരാർ പോയതിന് ഷിയാസ് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഷിയാസ് പോയതിന് അഖിൽമാരാർ പറഞ്ഞ കാര്യം എന്താ? അത് അവരുടെ പാടായി. ബിഗ് ബോസിന് ഇറങ്ങുന്ന ഓരോ ആൾക്കാരും, ഇപ്പൊ ജിൻഡോ, സിജോ, ഈ ബിഗ് ബോസ് ഇറങ്ങുന്ന എല്ലാ ആളുകളും തമ്മിൽ തല്ലാണ്. ഈ സിജോയും ജിൻഡോയും ഫിസിക്കലി തമ്മിൽ തല്ലുന്ന കൂടി മീഡിയസ് മുമ്പിൽ നിന്ന് ലൈവിൽ നിന്നിരുന്ന ഒരേ അടിയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഷിയാസും
നമ്മുടെ അഖിൽമാരായിരുന്നു. ഇനിയിപ്പോ ഈ സീസൺ 7 വന്നിട്ടുള്ള ശേഷം നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിലാണ് ഇങ്ങനെയുള്ള ഒരു ഫാൻ ഫൈറ്റ് അല്ല, ഈ ഓൺലൈൻ മീഡിയ ലൈവ് ഫൈറ്റ് ആണ്. അതായത് ഇവര് അവിടെ പോയിരുന്ന് ഫേസ്ബുക്കിൽ വന്നിരുന്ന് ലൈവ് പറയും, അവർക്കെതിരെ സംസാരിക്കും, ഇവർക്ക് റീച്ച് കൂടും. അപ്പൊ അത് കണ്ടിട്ട് അവര് അവിടെ നിന്ന് സംസാരിക്കും, ഇവർക്ക് റീച്ച് കൂടും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കണ്ടന്റ് കിട്ടും, ഓൺലൈൻ മീഡിയസ് കണ്ടന്റ് കിട്ടും, യൂട്യൂബേഴ്സിന് കണ്ടന്റ് കിട്ടും.